Hello guys, welcome to our channel. ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വേൾഡ്സ് ലാർജസ്റ്റ് സ്മാർട്ട് ഫോൺ ക്യാമറ വരുന്ന ഷവോമിയുടെ Mi 11 Ultra എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ കംപ്ലീറ്റ് ക്യാമറ റിവ്യൂ ആണ്. സോ നിങ്ങളുടെ പുതിയതാണെങ്കിൽ എൻ്റെ പേര് ഓസ്റ്റിൻ. ഈ ഒരു ചാനൽ നമ്മൾ ഫോട്ടോഗ്രാഫി, ഫിലിം മേക്കിംഗ്, അതുപോലെ തന്നെ ക്യാമറ ഗിയർ റിവ്യൂസ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ അപ്പുറത്തുള്ള ഒരു ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. സോ വിത്തൗട്ട് എനി ഫർദർ ഡ്യൂ, ലെറ്റ്സ് ജംപ് റൈറ്റ് ഇൻടു ദി വീഡിയോ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാമറയുടെ റിവ്യൂലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ക്യാമറ സ്പെക്സ് നമുക്ക് നോക്കി നോക്കാം. ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് വരുന്നത് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ആൻഡ് അപ്പുറത്തൊരു ട്രിപ്പിൾ ഫ്ലാഷും വരുന്നുണ്ട്. ആൻഡ് അതിന് സൈഡിലായിട്ട് നമുക്കൊരു കുഞ്ഞ് സ്ക്രീൻ വരുന്നുണ്ട്. ആൻഡ് ഇതെന്ന് പറയുന്നത് നമ്മുടെ Mi Band 5 ആ ഒരു AMOLED ഡിസ്പ്ലേ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡുവൽ ഡിസ്പ്ലേ ആയിട്ട് നമുക്ക് ഈ ഒരു കുഞ്ഞ് സ്ക്രീൻ നമുക്ക് യൂസ് ചെയ്യാം. ക്യാമറ സ്പെക്സിലോട്ട് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ദിസ് ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് സ്മാർട്ട് ഫോൺ ക്യാമറ ആണ്. അപ്പോൾ ഈ പറയുന്ന ഒരു കാര്യം ഇതിന് 3 ക്യാമറ ലെൻസുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഏറ്റവും ആദ്യം ഇതിൻ്റെ പ്രൈമറി സെൻസർ എന്ന് പറയുന്നത് സാംസങ് GN2 ഒരു 50 മെഗാ പിക്സൽ സെൻസറാണ് ഇവർ കൊടുത്തിരിക്കുന്നത് വിത്ത് എൻ അപ്പർച്ചർ ഓഫ് f1.95. ആൻഡ് ഇതിൻ്റെ സെൻസർ സൈസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ക്ലോസ് ടു 1 ഇഞ്ചാണ്. അടുത്തെന്ന് പറയുന്നത് ഇതിൻ്റെ അൾട്രാ വൈഡ് ലെൻസ് ആണ്. അൾട്രാ വൈഡ് ലെൻസ് എന്ന് പറയുന്നത് സോണിയുടെ IMX586ൻ്റെ ഒരു 48 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസ് ആണ് വിത്ത് എൻ അപ്പർച്ചർ ഓഫ് f2.2. ആൻഡ് ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് 128 ഡിഗ്രിയാണ് വിച്ച് മേക്സ് ഇറ്റ് ദി വൈഡസ്റ്റ് അൾട്രാ വൈഡ് ലെൻസ് ഇൻ എ സ്മാർട്ട് ഫോൺ ക്യാമറ. ആൻഡ് അടുത്തെന്ന് പറയുന്നത് ഇതിൻ്റെ ടെലിഫോട്ടോ ലെൻസ് ആണ്. ടെലിഫോട്ടോ ലെൻസ് എന്ന് പറയുന്നത് അഗെയിൻ ഒരു സോണി IMX586ൻ്റെ 48 മെഗാ പിക്സൽ വരുന്ന ഒരു ടെലിഫോട്ടോ ലെൻസാണ് നമുക്കിവിടെ വരുന്നത്. ഈ ഒരു ലെൻസ് ഉപയോഗിച്ച് നമുക്ക് 5x ഒപ്റ്റിക്കൽ സൂമും 10x ഹൈബ്രിഡ് സൂമും അതുപോലെ തന്നെ ഒരു മാസീവ് 120x ഡിജിറ്റൽ സൂമും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു 120x സൂം എന്നൊക്കെ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത്രയും സൂം റേഞ്ച് തരുന്ന ഒരു സ്മാർട്ട് ഫോൺ ക്യാമറ ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടില്ല. ഇനി നമ്മൾ വീഡിയോ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ 3 ലെൻസ് ഉപയോഗിച്ച് നമുക്ക് 8K 24 FPS വീഡിയോസ് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഇവിടെ വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു 20 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ഷൂട്ടറാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ക്യാമറ സ്പെക്സ് നോക്കിക്കഴിഞ്ഞാൽ DxOMark റാങ്കിങ് അനുസരിച്ച് ലോകത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്യാമറ സ്പെക്സ് തരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് Mi 11 Ultra എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ. പക്ഷേ നമുക്ക് എല്ലാവർക്കും നമ്മൾ സ്മാർട്ട് ഫോണിൽ എടുക്കുന്ന ഒരു ഇമേജിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഹാർഡ്വെയർ മാത്രമല്ല അല്ലേ, അതിൻ്റെ സോഫ്റ്റ്വെയറും ഒപ്റ്റിമൈസേഷനും എല്ലാം കഴിഞ്ഞാണ് നമുക്ക് ആ ഒരു നല്ലൊരു ഇമേജ് പ്രോസസ്സിങ്ങിന് ശേഷമാണ് നമുക്ക് നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടുന്നത്. ഇതിൻ്റെ ക്യാമറ ആപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ യൂഷ്വൽ ആയിട്ടുള്ള നൈറ്റ് സൈറ്റ്, പോർട്രേറ്റ്, വീഡിയോ സെക്ഷൻ, ഫോട്ടോസ്, അതുപോലെ തന്നെ ഒരു മോർ സെക്ഷൻ, പിന്നെ നമുക്കൊരു പ്രോ മോഡും ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് ഒരുപാട് ഇൻബിൽഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും MI കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മോർ സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള എഫക്ട്സ് ഇവിടെ കാണാനായിട്ട് പറ്റും. ക്ലോൺ എഫക്റ്റ് വരുന്നുണ്ട്, മൂവി എഫക്ട്സ് വരുന്നുണ്ട്, സ്റ്റാർ ട്രെയിൽസ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, സ്ലോ മോഷൻ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൻ്റെ ക്യാമറ ആപ്പിനകത്ത് ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ പ്രൈമറി സെൻസറിൽ അല്ലെങ്കിൽ പ്രൈമറി ക്യാമറയിൽ എടുത്ത ഫോട്ടോസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സാമ്പിൾസ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ബാക്കി ഫോണുകൾ വെച്ച് എടുക്കുന്ന ഫോട്ടോസിനേക്കാളും ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഇമേജസ് ആണ് നമുക്ക് ഇതിൻ്റെ പ്രൈമറി സെൻസർ വെച്ച് എടുക്കുന്ന ഫോട്ടോസിൽ കാണാൻ പറ്റുക. ബ്രൈറ്റ് എന്ന് മാത്രമല്ല ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ 1 ഇഞ്ച് സെൻസറാണ്. ഏകദേശം ഒരു 1 ഇഞ്ചിൻ്റെ അത്രയും സെൻസർ സൈസ് വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ലൈറ്റ് ഇതിന് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ഡേ ടൈം ഷോട്ട്സിലായാലും നമ്മൾ അത്യാവശ്യം ലോ ലൈറ്റിലായാലും നമുക്ക് നല്ല പെർഫോമൻസ് ഈ ഒരു ക്യാമറയെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ഇതിന് ഡൈനാമിക് റേഞ്ച് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഹൈലൈറ്റ്സ് ആയാലും ഷാഡോസ് ആയാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്യാപ്ചർ ആയിട്ടുണ്ട്. നമ്മൾ ഈ ഫോട്ടോ അത്യാവശ്യം ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഡീറ്റെയിൽസ് സ്റ്റിൽ നമുക്ക് ഈ ഫോട്ടോസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഇതിൻ്റെ ഒരു പ്രൈമറി സെൻസർ വെച്ച് നമ്മൾ അത്യാവശ്യം ക്ലോസപ്പ് ഷോട്ടുകളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഡെപ്ത് ഓഫ് ഫീൽ, അതല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ ആൾക്കാരുടെ ഫോട്ടോസ് എടുക്കാനും അതല്ലെങ്കിൽ ചെറിയ ഒബ്ജക്ട്സിൻ്റെ ഫോട്ടോ എടുക്കാനും നമുക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സെപ്പറേഷൻ കാണാനായിട്ട് പറ്റും. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ DSLR-ലൊക്കെ ഫോട്ടോ എടുക്കുന്ന പോലെ നല്ല ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കിട്ടാനായിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ക്യാമറ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ Mi 11 Ultra ആണ് നിങ്ങളുടെ ഓപ്ഷൻ എന്ന് പറയുന്നത്. കാരണം എന്ന് പറയുന്നത് ഈ ഒരു f1.95ൻ്റെ ഒരു അപ്പർച്ചറും അതുപോലെ തന്നെ ഈ ഒരു 1 ഇഞ്ചിൻ്റെ സെൻസറും കൂടി ആയപ്പോൾ നമുക്ക് നല്ലൊരു ഡെപ്ത് ഓഫ് ഫീൽഡ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഡെപ്ത് ഓഫ് ഫീൽഡ് നമ്മൾ ഈ ചെറിയ സബ്ജക്റ്റുകളൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കില്ല, അതായത് കയ്യിലൊക്കെ പിടിച്ച് കുഞ്ഞു കുഞ്ഞു സബ്ജക്റ്റുകളെ ക്ലോസപ്പ് ഷോട്ടൊക്കെ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കൂടി പോയാലേ ഉള്ളൂ. കാരണം നമുക്ക് അത്രയും ഒരു സെപ്പറേഷൻ വരുന്നുണ്ട്. നമുക്ക് ഇത്രയും വൈഡ് അപ്പർച്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫോക്കസിങ് ടൈമിൽ നമുക്ക് ചിലപ്പോൾ തോന്നും ഷോ ഇത്രയും ബ്ലർ വേണ്ടായിരുന്നു എന്ന് തോന്നും. അതായത് ഈ അപ്പർച്ചർ വൈഡ് ആവും തോറും വളരെ ചെറിയൊരു പോർഷനാണ് നമ്മുടെ ഫോട്ടോയിൽ ഫോക്കസ് ആവുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ സബ്ജക്റ്റുകളുടെ ക്ലോസപ്പ് എടുക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര മൈന്യൂട്ട് ആയിട്ടുള്ളൊരു സ്പേസ് ആയിരിക്കും ഫോക്കസ് ആയിട്ടുണ്ടാവുക, ബാക്കി എല്ലാം നല്ല രീതിയിൽ ബ്ലറായി പോയിട്ടുണ്ടാവും. ഇതിപ്പോൾ നമ്മൾ ഡേ ലൈറ്റിൽ എടുത്ത ഫോട്ടോസ് ആയാലും നമ്മൾ ആർട്ടിഫിഷ്യൽ ലൈറ്റിങ്ങിൽ എടുത്ത ഫോട്ടോസ് ആയാലും നമുക്ക് അത്യാവശ്യം നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെയും കളേഴ്സിനും കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല. നമ്മൾ
കോണ്ടൂർ ആയിട്ട് ആൾക്കാരുടെ ഷോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഫോട്ടോസ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അടുത്തെന്ന് പറയുന്നതിൻ്റെ അൾട്രാ വൈഡ് ലെൻസ് ആണ്. അപ്പോൾ നമുക്ക് ഔട്ട്ഡോറിൽ എടുക്കുന്ന വൈഡ് ആംഗിൾ ലെൻസിലെ ഫോട്ടോസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അത്യാവശ്യം നമുക്ക് വൈഡ് ആയിട്ടുള്ള റേഞ്ച് കിട്ടുന്നുണ്ട്. നല്ല ഡീറ്റെയിൽസും നല്ല ഡൈനാമിക് റേഞ്ചും നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇനി ഇതേ സംഭവം നമ്മൾ ഇൻഡോർ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഇതേപോലത്തെ സിമിലർ ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണ് നമുക്ക് ഇതിൻ്റെ അൾട്രാ വൈഡ് ലെൻസ് നമുക്ക് കിട്ടുന്നത്. അടുത്തെന്ന് പറയുന്നത് ടെലിഫോട്ടോ ലെൻസാണ്. ടെലിഫോട്ടോയിലോട്ട് പോയാൽ നേരത്തെ പറഞ്ഞു നമുക്കൊരു 5x ഒപ്റ്റിക്കൽ സൂം വരുന്നുണ്ട്, 10x ഹൈബ്രിഡ് സൂം വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഫോക്കൽ ലെങ്ത്തിൽ നമുക്ക് നല്ല കിഡിലൻ ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റും. 5x ഒപ്റ്റിക്കൽ സൂമിലൊക്കെ നമുക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത്. ഒരു പൊടി പോലും ഡീറ്റെയിൽസ് ഒന്നും കുറയാതെ നമുക്ക് നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള ഫോക്കൽ ലെങ്ത്തിൽ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഒരു 10x ഹൈബ്രിഡ് സൂമിന് ശേഷം നമ്മൾ സൂം ചെയ്യുന്നതൊക്കെ ഡിജിറ്റൽ സൂമാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ സൂം വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ക്ലാരിറ്റിയിലൊക്കെ ലോസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നല്ലൊരു സൂം റേഞ്ച് എത്തുമ്പോൾ നല്ല രീതിയിൽ ഷെയ്ക്കും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷെയ്ക്ക് കാരണം നമുക്ക് അത്രയും യൂസബിൾ ആയിട്ടുള്ള ഇമേജസ് അല്ല നമുക്ക് കിട്ടുന്നത്. പിന്നെ എന്തിനാണ് ഈ ഒരു 120x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സാംസങ്ങിൻ്റെ S21 അൾട്ര ആയിട്ട് കോമ്പേറ്റ് ചെയ്ത് അവരുടെ ആ ഒരു 100x സ്പേസ് സൂമിനെ കടത്തി വെട്ടി ഒരു 120x വരെ കൊടുത്തതേ ഉള്ളൂ. അതിന് മാത്രം ഉപകാരം നമുക്ക് ഈ ഒരു 120x വെച്ച് നമുക്ക് കിട്ടുന്നില്ല. വീഡിയോ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ 3 ക്യാമറ ലെൻസ് വെച്ച് നമുക്ക് 8K 24 FPS വീഡിയോസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾ കാണുന്ന നമ്മുടെ പ്രൈമറി ലെൻസിൽ എടുത്തിരിക്കുന്ന വീഡിയോസാണ്. ഇതിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത് സ്റ്റെബിലൈസേഷൻ ആണ്. ഈവൻ നമ്മൾ ഈ സ്റ്റെപ്സ് കയറുമ്പോൾ നമുക്ക് ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അൾട്രാ വൈഡിലായാലും നമുക്ക് ഇതേപോലത്തെ സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. ഈവൻ നമ്മുടെ ടെലിഫോട്ടോ ലെൻസിലായാലും നമുക്ക് നല്ല സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. ടെലിഫോട്ടോ ലെൻസിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു ലുക്ക് എനിക്ക് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം അത്രയും ഒരു ഡെപ്ത് ഓഫ് ഫീൽഡ് നമ്മുടെ സബ്ജക്റ്റും ബാക്ക്ഗ്രൗണ്ടും തമ്മിൽ നമുക്ക് ആ ഒരു സെപ്പറേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. വീഡിയോയുടെ ക്ലാരിറ്റി ആയാലും ഡൈനാമിക് റേഞ്ച് ആയാലും ഒക്കെ അടിപൊളിയാണ്. പിന്നെ നമ്മൾ ഈ ഒരു ഫോക്കസ് ബ്രീത്തിങ്ങിൻ്റെ ആ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, അത് ഞാൻ ഇതുവരെ ഇതിൻ്റെ വീഡിയോസ് എടുത്തപ്പോൾ ഞാൻ കണ്ടില്ല. നമ്മൾ ലോ ലൈറ്റിൽ നമ്മൾ വീഡിയോസ് എടുക്കുമ്പോൾ ഇതിൻ്റെ പ്രൈമറി സെൻസറിൽ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്രയും വലിയൊരു സെൻസർ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നോയ്സും കാര്യങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇനി വരുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ്. ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് ഒരു 20 മെഗാ പിക്സലിൻ്റെ ഇൻ ഡിസ്പ്ലേ ക്യാമറയാണ് വരുന്നത്. ഇതിലെടുക്കുന്ന സെൽഫീസ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം തരക്കേടില്ലാത്ത ഡൈനാമിക് റേഞ്ച് കിട്ടുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ഫേസൊക്കെ എടുക്കുമ്പോൾ ബാക്കിൽ സ്കൈ ബ്ലോൺ ഔട്ടായി പോകുന്നുണ്ട്. അത് ആ ഒരു ഡൈനാമിക് റേഞ്ചിൻ്റെ ഇഷ്യൂ ആണ്. ആവറേജ് അല്ലെങ്കിൽ ഒരു എബവ് ആവറേജ് സെൽഫീസ് ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. പക്ഷെ നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആവേണ്ട കാര്യമില്ല. കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഈ ഒരു ഫോണിനകത്ത് നമുക്കൊരു ഡുവൽ ഡിസ്പ്ലേ വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ കുഞ്ഞ് സ്ക്രീൻ പറഞ്ഞല്ലോ. അത് നമുക്ക് ആക്ച്വലി നമ്മുടെ ക്യാമറയിൽ നമുക്ക് ആ ഒരു ക്യാമറ ആപ്പിനകത്ത് നമുക്ക് ആ ഒരു കുഞ്ഞു സ്ക്രീൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മൾ സെൽഫീസൊക്കെ എടുക്കുമ്പോൾ ഈ ഒരു കുഞ്ഞു സ്ക്രീനിൽ നമുക്ക് പ്രിവ്യൂ കാണാനായിട്ടും പറ്റും. വിച്ച് മീൻസ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ 50 മെഗാ പിക്സലിൽ f1.95 നമുക്ക് നല്ല കിഡിലൻ സെൽഫീസ് എടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ അൾട്രാ വൈഡിലോട്ട് സ്വിച്ച് ചെയ്ത് തന്നെയാലും നമുക്ക് ഗ്രൂപ്പായിട്ടുള്ള നമുക്ക് സെൽഫീസും ഗ്രൂപ്പ് ഫീസ് തന്നു പറയാം അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു 3-4 ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് നല്ല അടിപൊളി സെൽഫീസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഫ്രണ്ട് ക്യാമറയിൽ എടുക്കുന്ന സെൽഫിയും ഈ ഒരു 50 മെഗാ പിക്സലിൽ എടുക്കുന്ന സെൽഫീസ് നിങ്ങൾ കമ്പയർ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് പറ്റും. കിഡിലൻ ഡൈനാമിക് റേഞ്ച് ആണ്, അടിപൊളി ഡീറ്റെയിൽസ് ആണ്. നമ്മൾ ഫേസിലോട്ടൊക്കെ സൂം ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നമുക്ക് സൂം ചെയ്ത് പോകാൻ പറ്റുന്നുള്ളത് തന്നെ ഒരു ഓപ്ഷനാണ്. എന്നാൽ നമ്മൾ അത്ര സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്വാളിറ്റി ലോസ് ഇല്ലാത്ത നല്ല കിഡിലൻ സെൽഫീസ് നമുക്ക് ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിലെ വീഡിയോസ് ആയിട്ടെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഇൻട്രോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഒരു 1080p ഫുൾ HD വീഡിയോസ് ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. നമ്മൾ ലോ ലൈറ്റ് പെർഫോമൻസിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം തരക്കേടില്ലാത്ത വീഡിയോസ് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. ഓൾസോ നിങ്ങൾക്ക് ഇതിലെ ഓഡിയോ സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കേട്ട് നോക്കാം. നമ്മളിപ്പോൾ നോക്കുകയെന്ന് പറയുന്നത് നമ്മുടെ Mi 11 അൾട്ര എന്ന് പറയുന്ന ഈ സ്മാർട്ട് ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ എടുക്കുന്ന വീഡിയോ ആണ്. നമുക്ക് ലോ ലൈറ്റിൽ പെർഫോമൻസ് കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാവും. നിങ്ങൾ കേൾക്കുന്ന ഓഡിയോ ആയാലും ഈ ഒരു ഫോണിലെ ഓഡിയോ തന്നെയാണ് ഫ്രണ്ട് ക്യാമറ മൈക്കിൽ. ഫ്രണ്ട് ക്യാമറയിൽ നമ്മൾ ഫുൾ HD വീഡിയോസാണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റെബിലൈസേഷൻ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ പറ്റും. ഇനി നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് ഇതിൻ്റെ പോർട്രേറ്റ് ഷോട്ടുകളാണ്. നമ്മൾ ഫ്രണ്ട് ക്യാമറയിൽ എടുക്കുന്ന പോർട്രേറ്റ് ഷോട്ട്സ് നമുക്ക് കാണാൻ പറ്റും. അതെന്ന് പറയുന്നത് നമ്മൾ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് അല്ലെങ്കിൽ കുറച്ച് ലൈറ്റിംഗ് കുറഞ്ഞ സമയത്ത് നമ്മൾ പോർട്രേറ്റ് ഫോട്ടോ എടുക്കുമ്പോൾ അത്രയും സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള റിസൾട്ട് എനിക്കിതൊന്ന് കിട്ടിയിട്ടില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് യൂസബിൾ ആയിട്ടുള്ള ഫോട്ടോസാണ്. പക്ഷേ നമ്മളിതിൻ്റെ ബാക്ക് ക്യാമറയിൽ എടുക്കുന്ന ആ ഒരു പോർട്രേറ്റ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല, കിഡിലൻ പോർട്രേറ്റ് ഫോട്ടോസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. നമ്മൾ അത്യാവശ്യം നല്ലൊരു DSLR ക്യാമറയിലൊക്കെ എടുത്ത ഫോട്ടോ ആയിട്ട് നമുക്ക് തോന്നും. കാരണം നമുക്ക് നല്ല ബാക്ക് ബ്ലർ ഉണ്ടാവും. ലൈറ്റ് സോഴ്സ് ബാക്കിലുണ്ടെങ്കിൽ നമുക്കത് ബൊക്കെ ആയിട്ടും അവിടെ റിഫ്ലക്റ്റ് ആവും. അതുപോലെ തന്നെ എഡ്ജ് ഡിറ്റക്ഷൻ ആയാലും ഓൺ പോയിന്റ് ആണ്. കിഡിലൻ ഡീറ്റെയിൽസ് ഉള്ള നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഉള്ള പോർട്രേറ്റ് ഫോട്ടോസാണ് നമുക്ക് ഇതിൻ്റെ ഒരു പോർട്രേറ്റ് മോഡിൽ ഇട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ക്യാമറ സ്പെക്സ് അല്ലെങ്കിൽ ഒരു ക്യാമറ റിവ്യൂ. നമ്മൾ ഫോട്ടോസും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഇഫക്റ്റുകളും കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ
ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് എഫക്ട്സിനകത്ത് വരുന്നുണ്ട്. നിങ്ങളുടെ ടൈം എടുത്ത് നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ കുറേയൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള എഫക്ട്സ് ഉണ്ട്, കുറേയൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു ഫൺ ഫാക്ടറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എഫക്ട്സും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ Mi 11 Ultra എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഒരു ക്യാമറ റിവ്യൂ. ഞാൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്കിനി പുതിയൊരു വീഡിയോയിൽ ഇനി കാണാം. അതുവരെ ബൈ, പീസ്.